ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ജനന തിരുനാൾ, പിറവി തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാഠം ദൈവത്തിന് മനുഷ്യനോടുള്ള അനന്തമായ സ്നേഹമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ: തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഒരു ഫുൾഫിൽമെൻ്റാണ് ഈശോ മിശിഹായിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോ മിശിഹ നമ്മളെ ഓരോരുത്തരെയും തേടി വന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് നമ്മൾ ആത്മാർത്ഥമായിട്ടാണോ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിച്ച് നോക്കാം. ശരിക്കും ഒരു മനുഷ്യനും പറയാനായിട്ട് അവകാശമില്ല അവൻ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാണ്, അവൻ ആരുമില്ല, അവനെ അന്വേഷിക്കാനോ സ്നേഹിക്കാനോ ആരുമില്ല എന്ന് ഒരു മനുഷ്യനും പറയാനായിട്ട് അവകാശമില്ല. കാരണം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി വന്നത്. നമ്മളെ ദൈവത്തോളം ഉയർത്താനായിട്ട് സഭാപിതാവായിട്ടുള്ള അത്തനേഷ്യസ് ഒക്കെ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം മനുഷ്യനായത് നമ്മളെ ഓരോരുത്തരെയും ദൈവത്തോളം ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ദൈവം ഇറങ്ങി വരികയാണ്. ദൈവം നമ്മുടെ ഭക്ഷണമായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ എളിമ. ഓരോ ദിവസവും പരിശുദ്ധ കുർബാന കുടുംബത്തിന് നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം. ദൈവം എന്തുമാത്രം നമുക്ക് വേണ്ടിയിട്ട് എളിമപ്പെട്ടു വരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു സ്നേഹം കൂടിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ആത്മാർത്ഥമായിട്ടാണോ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് നമുക്ക് ധ്യാനിക്കാം. നമുക്ക് ഈശോയെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി പരിപൂർണമായിട്ട് സമർപ്പിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.